ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രുചികരമായ ഒരു ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായി തിരുമിയെടുക്കണം. ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ഈ കൂട്ട് നന്നായി പിടിക്കണം, നന്നായി തിരുമിയെടുക്കണം. അതിനുശേഷം ഒരു 20 to 30 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റി അടുപ്പത്ത് വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. മസാല തയ്യാറാക്കാനായി ഞാൻ 2 സവാളയും കുറച്ച് വേപ്പിലയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടൊമാറ്റോയുമാണ് എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ ആവശ്യമായ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി മസാല തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതിനോടൊപ്പം തന്നെ വേവിച്ച് വെച്ച ബീഫിലെ ചാറും കൂടി വറ്റിച്ചെടുക്കാം. പൂർണ്ണമായി വറ്റിക്കാതെ ഒരല്പം ചാറ് അതിൽ ബാക്കി വെക്കണം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വെന്ത് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ഇളക്കി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പാനിൻ്റെ നടുഭാഗത്തിട്ട് എല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ തക്കാളി ചേർത്ത് ഇളക്കിയാൽ മതിയാകും. തീ ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. ഇപ്പോൾ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അല്പം ചാറോട് കൂടി വേണം ഈ ബീഫ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഈ ബീഫ് കഷ്ണങ്ങളും ചാറും എല്ലാം കൂടി ഈ മസാലയിൽ കിടന്ന് നന്നായി പൊരിഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ മസാലയുടെ രുചി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ വളരെ നേരിയ ഫ്ലെയിമിലിട്ട് ബീഫ് നന്നായി ഇളക്കി മൊരിയിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കറിക്ക് പ്രത്യേകമായ രുചിയും മണവും ലഭിക്കാൻ ഇത് സഹായിക്കും. ഇത് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ രുചികരമായ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്